ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ കുറച്ച് സ്നാക്ക് തന്നെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ടൈപ്പുള്ള മസാലകളാണ് കേട്ടോ. നമുക്ക് പല സ്നാക്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളൊരു സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുണ്ടാക്കിയ കുറച്ച് സ്നാക്സൊക്കെയാണ്. അപ്പോൾ മാഷാഅല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തികഞ്ഞില്ല, നമ്മൾ കൊണ്ടുപോയതൊക്കെ വളരെ കുറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ റെസിപ്പിക്ക് കിടക്കുക. അപ്പോൾ ഞാനിതാ ഓരോ മസാലയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് പെരിഞ്ചീരകമാണ് ചേർത്തത്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായി വഴറ്റിയ ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് സവാളയും ചേർക്കാം. സവാള നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യുന്നില്ല, നീളത്തിൽ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിൽ വേണ്ട ചിക്കനൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ കൈ കൊണ്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അതിന് ടേസ്റ്റ് വേറെ തന്നെ, അത് വലിയ ടേസ്റ്റായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പീസാക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ നോക്കാം. അപ്പോൾ ഇത് സവാളയെല്ലാം വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഓവറായിട്ട് വഴറ്റിയെടുക്കണം എന്നില്ല കേട്ടോ, ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇനി നമ്മുടെ സ്പെഷ്യൽ മസാലയായ ഗരം മസാല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ഒരു ഗരം മസാല ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ചിക്കന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഉണ്ടല്ലോ നല്ല ഒരു ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിലോട്ട് ചേർത്തത് മുളക്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര് അങ്ങനെ എല്ലാം ചേർത്തിട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സവാളക്ക് വേണ്ട ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കനും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനിലും നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ ലൈറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതുപോലെ ചെയ്തെടുക്കാം. ഒന്ന് ചൂടാക്കി ഈ ഒരു മസാല എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തണം. അപ്പോഴാണ് അതിലേക്ക് കറക്റ്റ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഗരം മസാലേൻ്റെ ഫ്ലേവർ എല്ലാം ചിക്കനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കാം. പിന്നെ ഒരു ചെറിയൊരു ടിപ്സും കൂടി പറഞ്ഞുതരാം. നമ്മുടെ സ്നാക്ക് ഒട്ടും ടേസ്റ്റ് ഇല്ല, മസാല ഒട്ടും ടേസ്റ്റ് ഇല്ല വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി പിന്നെ ഇനി നമ്മൾ ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇലകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല റെഡി. ഇതിൽ കൂടുതൽ സവാളയൊന്നുമില്ല, കൂടുതലായിട്ട് നമ്മൾ ചിക്കനാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ചിക്കൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയർ ടൈപ്പ് പോലത്തെ ഒരു ചിക്കനാണ് ഞാനിത് ആക്കുന്നത്. അപ്പോൾ അത് ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ചെറുതുമല്ല എന്നാൽ വലുതുമല്ല, ആ ഒരു രീതിയിൽ ആക്കി വെച്ചതാണ്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് മസാല എല്ലാം ആക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അത് മുളക് പൊടി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ 2 ബ്രസ്റ്റ് പീസാണ് ഇട്ടെടുത്തത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. പിന്നെ ഞാനിതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പൗഡറാണ് ചേർത്തത്. നിങ്ങളിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ നമ്മൾ വിനീഗറാണെന്ന് വെച്ചാൽ അതിന് പകരമായിട്ട് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുകൂടെ ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലൈറ്റായിട്ട് ഒന്ന് വേവിക്കുന്ന രീതിയിൽ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പൗഡർ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് നന്നായി മിക്സാക്കി നല്ലോണം ഡ്രൈ ആയ സമയത്ത് ഞാനിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കുറച്ച് മാത്രം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല ചെറുതായി കട്ട് ചെയ്ത ഒരു 4-5 പച്ചമുളക് ഇട്ട് പിന്നെ സവാളയാണ് എടുത്തത്. സവാള ഞാൻ ചെറിയതാക്കിയതല്ല, ഒരു സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊരു വലിയ തന്നെ, എന്നാൽ നല്ല തിന്നാക്കിയതുമല്ല, ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ചെറിയൊരു ബൈറ്റ് കിട്ടുന്ന പോലെ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം അതേ രീതിയിൽ തന്നെ ക്യാപ്സിക്കമും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ.
നമ്മളിപ്പം ചില്ലിക്കൊക്കെ ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിൽ അതിൻ്റെ അത്രയും വലുപ്പമല്ല, എന്നാലും കുറച്ച് ചെറുതാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് ഇതാ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി കുറച്ച് ചേർത്തിട്ട് എല്ലാം മിക്സാക്കി എടുക്കാം. എല്ലാം മിക്സായ ശേഷം നമ്മൾ ഇതിലോട്ട് നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെല്ലാം കൂടി ഒന്നിച്ച് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം പൊടിയാക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുന്ന പോലെ അങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി ഫുള്ള് മിക്സാക്കിയ ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തത്. അത് വഴറ്റുന്നില്ല, അതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടതാണ്. അപ്പോൾ എല്ലാം മിക്സാക്കിയ ശേഷം ഞാനിതിലോട്ട് ഇതാ കുറച്ച് സോയാ സോസും ചേർക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതുപോലെ നമ്മളിതിലേക്ക് കുറച്ച് കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ ഈ ഒരു മസാല റെഡിയായി. അപ്പോൾ ഇതിൽ കുറച്ച് എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പച്ചമുളകെല്ലാം നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഹലീമിനാണ് കേട്ടോ. ഞാൻ ഹലീമും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹലീമിന് വേണ്ടി കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സവാള ഫ്രൈ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓവർ കളറാവാതെ നല്ലോണം കളറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറെല്ലാം മാറി നല്ലോണം ബ്ലാക്ക് കളറാവും. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിൽ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഇടുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ വിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ക്രിസ്പിയൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊടി കരിമുറാന്നാക്കിയിട്ട് ഉള്ള ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ചില റെസിപ്പിക്കെല്ലാം നമുക്ക് ആവശ്യം ഉണ്ടാവുന്നില്ല അങ്ങനെ സവാള പൊടിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതിങ്ങനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എന്തായാലും എനിക്ക് ഇവിടുത്തെ ഈ ഹലീമിന് ഈ ഒരു രീതിയിലല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. നല്ല ക്രിസ്പി ആക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഹലീമിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, പച്ചമുളക്, അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളി ഇട്ടു. പിന്നെ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കനേക്കാളും മട്ടനാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇതുവരെ മട്ടൻ ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഒരു ദിവസം മട്ടനും കൂടി ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചിക്കൻ ഇത് ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യമൊക്കെ നോമ്പിന് എന്ന് ഞാൻ ഈ ഒരു ഹലീം ഉണ്ടാക്കും. ഇപ്പോഴായിട്ട് നമ്മൾക്ക് ഇതിന് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് കുറച്ചൊരു കുറഞ്ഞോ എന്നുള്ളത്, പണ്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് എന്തായാലും ഒന്നും കൂടെ നോക്കിയിട്ട് നേരെ ഉണ്ടാക്കണം. കാരണം ആദ്യം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ ഫസ്റ്റ് ടൈം ഇട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർക്കുന്നത്. ഈ തേങ്ങ എല്ലാവരും ഉപയോഗിക്കലില്ല, ഞാൻ ഇത് തേങ്ങ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇലകളെല്ലാം ചേർത്തു, മല്ലിയിലയും കുറച്ച് പുതിന ഇലയും പിന്നെ തൈരും ഉപ്പും എല്ലാം ചേർത്തിട്ട് ഇത് നന്നായി മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഹലീമിൻ്റെ മസാലയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ സെറ്റാക്കി വരുമ്പോഴുണ്ടല്ലോ അരമണിക്കൂറിലും കൂടുതലുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് 2 പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏതെല്ലാം റെസിപ്പിക്കാണ് വേണ്ടത്, ഏതെല്ലാം സ്നാക്കാണ് ഇതിലുകൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളത് അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.